ഗവർണർക്ക് സുപ്രീം കോടതിയിലെ ചെലവുകൾക്കായി തുക നൽകുന്നത് തടയാൻ CPM നീക്കം. സിൻഡിക്കേറ്റ് ചേരാതെ പണം നൽകരുതെന്ന് സാങ്കേതിക സർവകലാശാല VC-ക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങളായ CPM MLA-മാർ കത്തുകൂടി നൽകിയിരിക്കുകയാണ്. IB സതീഷ്, സച്ചിൻ ദേവ് എന്നിവർ VC-ക്ക് അയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. വിജിൻ, എന്തായാലും ഈ കത്ത് അയച്ചതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൽ പറയുന്നത് നോക്കാം. വിജിൻ, ഇപ്പോൾ ഗവർണറുടെ ചെലവുകൾ, പ്രത്യേകിച്ച് ഈ സുപ്രീം കോടതിയിൽ പോകുന്നതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചെലവുകളൊന്ന് നിയന്ത്രിക്കണമെന്ന് സർക്കാരിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയമൊന്നും ഇല്ലെന്ന് നമുക്ക് അറിയാം. ഈ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്? ജിൽസി സൈഫുദ്ദീൻ, ഈ കാര്യത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട്. കാരണം സർക്കാരിനെതിരായ തുറന്ന പോരിന് സുപ്രീം കോടതിയിലും നിയമപോരാട്ടമൊക്കെ നടത്തുന്നതിനാണ് പണം സർക്കാരിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വൈരുദ്ധ്യാഭാസം എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ്, അതായത് 2 ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി കുറെ കാലമായി ഗവർണർ തർക്കത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിക്കുള്ള തുക, അതിന്റെ വക്കീൽ ഫീസായ തുക, അത് 2 സർവകലാശാലകളും നൽകണം എന്നുള്ളതായിരുന്നു ഗവർണറുടെ ആവശ്യം. ആ കാര്യം കാണിച്ച് കത്ത് നൽകുകയും ചെയ്തു വൈസ് ചാൻസലർമാർക്ക്. ഇതിലാണ് ഇപ്പോൾ ടെക്നിക്കൽ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളായ സച്ചിൻ ദേവ് MLA-യും ഒപ്പം തന്നെ IB സതീഷ് MLA-യും കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് സിൻഡിക്കേറ്റിന് ആണ് ഇത്തരം തുകകൾ അനുവദിക്കാനുള്ള അതിനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ആ അധികാരം മറികടന്ന് തീരുമാനമെടുക്കരുത്, അങ്ങനെ ഒരു ഫണ്ട് നൽകരുത്, വക്കീൽ ഫീസായിട്ടുള്ള തുക നൽകരുത് എന്നുള്ള ആവശ്യമാണ് ഇരു MLA-മാരും, സിൻഡിക്കേറ്റ് അംഗങ്ങളായ MLA-മാരും ഇപ്പോൾ ടെക്നിക്കൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ശിവപ്രസാദിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം ഗവർണറുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തന്നെ CPM കടക്കുന്നു എന്നുള്ളതാണ്. തങ്ങൾക്കെതിരെ നടക്കുന്ന നിയമ പോരാട്ടത്തിന്, തങ്ങൾക്കെതിരായ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് അത് തങ്ങളിൽ നിന്ന് തന്നെ പണം ഈടാക്കാൻ ഉള്ള നീക്കം അത് അനുവദിക്കില്ല എന്നുള്ളതാണ് നിലവിൽ CPM വ്യക്തമാക്കുന്നത്. എന്തായാലും വിജയൻ തുടരുക. സൈഫ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സ്വാഭാവികം ന്യായമായിട്ടുള്ള കാര്യമല്ലേ? കാരണം സർക്കാരിനെതിരെ കേസ്, സർക്കാരിന്റെ പണം തന്നെ എടുത്തു പോകുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞൂടെ? തീർച്ചയായും ഇതിപ്പോ പുതിയൊരു ഫൈറ്റിന്റെ പുതിയൊരു തലത്തിലേക്ക് കടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിനോട് എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ഗവർണറുടെ പ്രതികരണം? ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ ഇന്ന് 9 മണിക്ക് ഒരു പ്രസ് മീറ്റ് നമ്മൾ കണ്ടായിരുന്നു. ഇദ്ദേഹം പക്ഷെ അങ്ങനെ പ്രസ് മീറ്റ് നടത്തുന്നത് പ്രകൃതമല്ല, പക്ഷെ പുള്ളി അകത്ത് നിന്നിട്ടുള്ള ചരടുവലികളായിരിക്കും നടത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ പൈസ എടുത്തിട്ട് എനിക്കെതിരെ തന്നെ വാദിക്കാൻ പോകുന്നത് അതിലൊരു അന്യായക്കേടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ സർക്കാർ അന്യായക്കേടല്ല, അന്യായമാണ്. അപ്പൊ അതാണ്.